ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം പോലെ തന്നെ ഞാൻ ഇന്നും ക്വില്ലിംഗ് വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ക്വില്ലിംഗ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇഷ്ടം പോലെ കമൻസ് വരാറുണ്ട്. എൻ്റെ പേര് ചെയ്യൂ, എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തരുടേതായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവാനയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ക്വില്ലിംഗ് ആർട്ട് വർക്കിൽ റോസ് ഫ്ലവർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നതാണ് കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ക്വില്ലിംഗ് പേപ്പറാണ്. ഇതേ ഒരു യെല്ലോ കളർ ക്വില്ലിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ നീഡിൽ വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ലൂസാക്കി എടുക്കാം. അതായത് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കൈ ഒന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് ലൂസാവും. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇന്ന സ്ഥലത്ത് എന്നില്ല, ഇങ്ങനെ കണ്ടമാനം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ലതുപോലെ ഒടിവും ചതവും വളവൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. നമുക്ക് വേണമെങ്കിൽ ഇത് പ്രസ് ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മൾ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കൈയൊന്ന് പേപ്പർ ലൂസാക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലാസ്റ്റ് നല്ലപോലെ പ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഒട്ടിച്ചാലും മതി. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കുഞ്ഞു റോസ് പോലെ തോന്നുന്നില്ലേ? അപ്പം നമുക്ക് കുഞ്ഞു റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ വലിയ റോസ് ആണെങ്കിലും ആദ്യം ഇങ്ങനെ ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് എവിടെയാണോ ഇത് വെക്കേണ്ടത് അതിനനുസരിച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെയിം കളറിൽ വേറൊരു ക്വില്ലിംഗ് പേപ്പർ എടുക്കാം. വേറൊരു ക്വില്ലിംഗ് പേപ്പർ എടുത്തിട്ട് അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇത് ഓരോന്നും വേണം നമുക്ക് നേരത്തെ ചെയ്തതിനെ കണക്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ആദ്യം ഇതുപോലെ പല സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പുള്ള ഇതുപോലെയുള്ള ബ്രഷോ അല്ലെങ്കിൽ പെന്നിൻ്റെ ബാക്കോ പെൻസിലോ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ഇതളുകളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. ഇത് നമ്മൾ നേരത്തെ വെച്ചതിന് കണക്ട് ചെയ്തുകൊണ്ട് ഇത് ഓരോന്നും നമ്മൾ വെച്ച് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. റൗണ്ട് ഷേപ്പ് ആ റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഗമ്മ് തേച്ചിട്ട് അതിന് നേരത്തെ ചെയ്തതിന് കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒട്ടിച്ച് കൊണ്ടുപോകും. ഈ ഒരു രീതിയിലാണ് ആദ്യമൊക്കെ റോസ് ഫ്ലവർ സെറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം കട്ട് ചെയ്യാതെയും ഞാൻ ചെയ്യാറുണ്ട്. കട്ട് ചെയ്യാതെ ചെയ്യുന്നതും കൂടെ ഞാൻ കാണിക്കാം. ഇതിപ്പം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളോട്ടൊക്കെ വെക്കുമ്പോൾ നമുക്ക് ടീസർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ ഈ ഒരു ക്വില്ലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്താലും എൻ്റെ ടീസർ പിന്നെ ആ വഴിക്ക് കാണില്ല. അപ്പോൾ പിന്നെ അതിന് പിറകെ പോയിട്ട് ഒരുപാട് ടൈം കളയാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പിറകെ പോയില്ല. എൻ്റെ കൈയും അതുപോലെ ഒരു സ്റ്റിക്കും ഉണ്ടെങ്കിൽ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കഥ. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് റോസ് ഫ്ലവർ പോലെ ആകും എന്ന് നോക്കി നമ്മൾ ചെയ്യാം. അപ്പം ഏകദേശം ഒരു രൂപ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്, അതായത് കംപ്ലീറ്റ് റോസ് ആക്കാൻ വേണ്ടിയിട്ട് 2 ലീഫും കൂടെ വേണം. ലീഫില്ലാതെ എനിക്ക് റോസ് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് 2 ലീഫ് എനിക്ക് നിർബന്ധമാണ്. അപ്പം അതും കൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യെല്ലോ റോസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മെറൂൺ റോസും കൂടെ സെറ്റ് ചെയ്യണം. അത് ഇതിൻ്റെ ഏടെ കുറച്ച് മുകളിലായിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം അതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള സംഭവം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ നല്ലപോലെ ഒടിച്ച് മടക്കി ചുരുട്ടിയെടുക്കണം. അതായത് എല്ലാ സൈഡിൽ നിന്നും പ്രസ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒട്ടിച്ച് കൊടുത്ത് പ്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രസ് ചെയ്യാം. എന്നിട്ടത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചെടുക്കാം. ഇവിടെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മെറൂൺ കളറിൽ ചെയ്യുന്നത് കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് വളച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു സ്ഥലം നമുക്ക് വെക്കേണ്ട ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ചെറുതന്നെ വെച്ചു. കുറച്ച് വലിയ സ്ഥലങ്ങളിലൊക്കെ വെക്കാനുള്ളത് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇതളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്.
അപ്പം നേരത്തെ നമ്മൾ ഇതുപോലെ വളച്ചൊന്നും കൊടുത്തില്ല, സ്ട്രെയിറ്റ് അല്ല, ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്തത്. ഇത് പക്ഷേ ഞാനിങ്ങനെ വളച്ചിട്ടാണ് സെറ്റ്. അപ്പോൾ ഇന്ന രീതിയിലൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഐഡിയാസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ പേപ്പറിലൂടെ ചെയ്യാം. അങ്ങനെ ഓരോന്ന് ചെയ്ത് അങ്ങനെയാണ് എല്ലാവരും ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കും കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടുത്തത്തിൻ്റെ അവസാനം വലിയ ഫ്ലവറും ചെറിയ ലീഫും ആയിപ്പോയി. കുഴപ്പമില്ല, നമുക്കങ്ങ് സമാധാനിക്കാം. ഇനി നമ്മൾ ചെറിയ റോസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ സെൻറ്ററിൽ വെച്ച സംഭവം ഉണ്ടല്ലോ, അതുതന്നെയാണ് അവിടെ ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇത്തിരി കൂടെ മീഡിയത്തിൽ ഞാൻ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് കാണാം. ഇത് വേറൊരു ഫ്ലവറാണ്. ഇത് എന്ത് ഫ്ലവർ, ഇതിന് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. ഇതൊരു പ്രത്യേകതരം ഫ്ലവറാണ്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, 2 സൈഡിലായിട്ട് ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ കിട്ടും. അപ്പം ഇത് നമുക്ക് ഏകദേശം ഇങ്ങനെ ചെറിയ ഗ്യാപ്പിലൊക്കെ നമുക്ക് വെച്ച് ഫില്ല് ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ പ്രത്യേകതരമായിട്ട് കണ്ടുപിടിച്ച ഒരു ഫ്ലവറാണ്. അപ്പം അങ്ങനെ നമ്മൾ യെലോവും മെറൂണും ചെയ്തെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പണി തുടങ്ങിയ പിന്നെ പേപ്പർ കൊണ്ട് എങ്ങോട്ട് മടക്കിയാലും എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആവാറുണ്ട്. അതായത് ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് ഏകദേശം ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തത്, പക്ഷേ ഇത്തിരി പേപ്പർ ബാലൻസ് വന്നപ്പം അതൊന്ന് റോൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏകദേശം എനിക്കൊരു പീകോക്കിനെ പോലെയൊക്കെ തോന്നി. നോക്കിയേ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്തൊക്കെയാണല്ലേ, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. അങ്ങനെ സ്വയം പുകഴ്ത്തൽ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വർക്കിലേക്ക് വീണ്ടും കിടക്കാം. അങ്ങനെ ഇത് വേറൊരു രീതിയിലുള്ള റോസ് ഉണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. അപ്പം നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളയ്ക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് ഒരു ഫ്ലവർ ഇതേ എൻ്റെ കൈയുടെ താഴെയായിട്ട് അവിടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതുപോലെ ചെയ്തിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അപ്പം അങ്ങനെ ചെയ്തതാണിത്. പക്ഷേ എന്ത് ചെയ്തിട്ടും ഇത് അതുപോലെ ആവുന്നില്ല. എന്താ അല്ലേ? അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന്. അപ്പോൾ സംഭവം ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് എന്തുകൊണ്ടോ അങ്ങനെ ആയില്ല. പക്ഷേ ഇത് നല്ലൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പം തോറ്റ് പിന്മാറാൻ നമുക്കൊരുക്കില്ലല്ലോ. അപ്പം നമ്മൾ നീഡിൽ വെച്ചിട്ടും ഗമ്മ വെച്ചിട്ടും എങ്ങനെയൊക്കെയോ അതിനൊരു ഫ്ലവറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇതിൻ്റെ വലുതും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം വീഡിയോ എടുത്താൽ ഈ ഫ്ലവറിന് ഫ്ലവർ ആകാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ആ ഒരു പീച്ച് കളറിലുള്ള ഫ്ലവർ ഉണ്ടല്ലോ, റോസ് ഫ്ലവറാണ് ഇത്. അതും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തത്. എവിടെയും കട്ടൊന്നും ചെയ്തിട്ടില്ല. ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം വന്നത് ഇങ്ങനെ നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് റൗണ്ട് ചെയ്തെടുത്തതാണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കഥ. അപ്പം നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ചെയ്ത് വെക്കുക. ആദ്യമൊക്കെ ചീറ്റിപ്പോയാൽ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതങ്ങ് റെഡിയാവും. അങ്ങനെ തന്നെയാണ് ഞാനും ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഞാൻ ചെയ്തത് ആ ഫ്ലവറിൻ്റെ ഒക്കെ ഉള്ളിലായിട്ട് ലൈറ്റായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അക്രലിക് കളറിൽ വെള്ളം മിക്സ് ചെയ്തിട്ട് അതാണ് ഇവിടെയൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ്. നമ്മുടെ വൈറ്റ് പോർഷൻ എവിടെയും വെള്ളമോ കളറോ ഒന്നും ആവാൻ പാടില്ല. അതുകൊണ്ട് കളർ യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ചാനലുള്ള മറ്റുള്ള വീഡിയോസൊക്കെ കണ്ടു നോക്കി ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതുപോലെ വീഡിയോസൊക്കെ കാണാലോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.